അതെ, സിഡ്നി ഹാർബർ ബ്രിഡ്ജിൽ ന്യൂ ഇയർ ഫയർ വർക്ക്സ് കാണാൻ പോയതിൻ്റെ വിശേഷം പറയാം ഇന്നത്തെ വീഡിയോയിൽ. ഒന്നാമത്തെ കാര്യം, പല സ്പോട്ട്സ് ഉണ്ട് ഹാർബർ ബ്രിഡ്ജിലെ ഫയർ വർക്ക്സ് കാണാൻ. ഓരോ സ്പോട്ട്സിൽ നിന്നും കാണുന്ന വ്യൂസ് വ്യത്യാസമായിരിക്കും. അപ്പോൾ നമ്മൾ പോയത് ബ്രാഡ്ഫീൽഡ് പാർക്കിലാണ്. ഹാർബർ ബ്രിഡ്ജിൻ്റെ ഒരു എൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു സ്പോട്ടിൽ നിന്നാണ്. ആൻഡ് ക്ലോസസ്റ്റ് ട്രെയിൻ സ്റ്റേഷൻ ഇസ് മെൽസൺസ് പോയിന്റ്. അപ്പോൾ നമ്മൾ ഈ സ്പോട്ട് ചൂസ് ചെയ്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ക്ലോസസ്റ്റ് ടു ദ പ്ലേസ് വെയർ വി ലിവ്. ഒരു 10 minutes വോക്കേ ഉള്ളൂ ഞങ്ങൾക്ക് ഈ ഒരു സ്പോട്ടിലോട്ട്. രാത്രി 12 മണിക്ക് ഫയർ വർക്ക്സ് ഒക്കെ കഴിഞ്ഞിട്ട് കൊച്ചുമായിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ച് നടന്ന് വീട്ടിലെത്താലോ. ഓസ്ട്രേലിയയിൽ എത്തിയിട്ടുള്ള ഞങ്ങളുടെ ഫസ്റ്റ് ന്യൂ ഇയർ ആട്ടോ. പലരും കാണാനും വരാനും ആഗ്രഹിക്കുന്ന ഈ ഒരു വേൾഡ് ഫേമസ് സിഡ്നി ഹാർബർ ബ്രിഡ്ജ് ഫയർ വർക്ക്സ് വിറ്റ്നസ് ചെയ്യാൻ പറ്റിയത് ഒരു ബ്ലെസ്സിങ് ആയിട്ട് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം പിന്നെ ഇത്ര അടുത്ത് താമസിച്ചിട്ട് ഇങ്ങനൊരു അവസരം കിട്ടുമ്പം അത് പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ മോശമല്ലേ. ഒരു കാര്യം കൂടെ പറയട്ടെ, ഇത്രയും ക്ലോസറായിട്ട് അല്ലായിരുന്നു താമസിക്കുന്നെങ്കിൽ ഞാൻ കൊച്ചുമായിട്ട് തന്നെ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങി തിരിക്കത്തില്ലായിരുന്നു. ക്യൂ നിന്ന് ബാക്ക് ചെക്ക് ഒക്കെ കഴിഞ്ഞ് ഈ റിസ്ബാൻഡും കിട്ടിയിട്ടേ നമുക്കൊരു സ്പോട്ടിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓരോ സ്പോട്ടിലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന കൃത്യമായിട്ടുള്ള കൗണ്ട് ഉണ്ട്. അപ്പോൾ ആ ഒരു കൗണ്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആരെയും അങ്ങോട്ട് കയറ്റത്തില്ല. ഹാർബർ ബ്രിഡ്ജിൻ്റെയും ഫയർ വർക്സിൻ്റെയും ഒരു ബ്യൂട്ടിഫുൾ വ്യൂ അല്ലെങ്കിൽ ഒരു ക്ലോസർ വ്യൂ കിട്ടുന്ന എല്ലാ സ്പോട്ട്സിലും ഈ ഒരു തിരക്കായിരിക്കും. ഉച്ചയ്ക്ക് 1:30-2 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തിയത്. ആ സമയത്തുള്ള തിരക്കാട്ടോ ഈ കാണുന്നത്. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്, അതാട്ടോ പ്രിൻസിപ്പിൾ. ഗ്രൂപ്പായിട്ട് ഒരു ക്യാമ്പിംഗ് ഫീലോടെയാണ് ഫ്രണ്ട്സും ഫാമിലീസും എല്ലാം വരുന്നത്. മഴയായാലും വെയിലായാലും അതിനെയൊക്കെ തരണം ചെയ്യാൻ റെഡി ആയിട്ട് ഷീറ്റും തലങ്ങണിയും പോർട്ടബിൾ ചെയറും ഫുഡും ഡ്രിങ്ക്സും ഒക്കെ ആയിട്ടാണ് ആൾക്കാർ വന്നത്. പിന്നെ ആൽക്കഹോൾ പ്രൊഹിബിറ്റഡ് ആട്ടോ, അത് കൊണ്ടുവരാൻ പറ്റത്തില്ല. കുടിച്ചിട്ട് വന്ന ഊതിക്കുന്നൊന്നും ഞാൻ എവിടെയും കണ്ടില്ല. ബാക്ക് ചെക്കിൻ്റെ സമയത്ത് അവർ ആൽക്കഹോൾ ഉണ്ടോ എന്ന് നോക്കും. അതുപോലെ തന്നെ സീൽഡ് ബോട്ടിലല്ലാത്ത എല്ലാ വെള്ളവും എടുത്ത് കളയാൻ അവർ പറയും. വൈറ്റ് റമോ വോഡ്കയോ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ട് വന്ന് അവർ പറ്റിക്കില്ല നോർത്തിട്ടായിരിക്കും അങ്ങനെ റൂൾ വെച്ചേക്കുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് വാട്ടർ ബോട്ടിലിൽ കൊണ്ടുവരുന്ന വെള്ളമായാലും നമ്മുടെ എടുത്ത് കളയാൻ പറയും. ഡ്രിങ്കിങ് വാട്ടറിനുള്ള ടാപ്സും പിന്നെ പബ്ലിക് ടോയ്ലറ്റ്സും അവൈലബിൾ ആയിരുന്നു. വൺസ് നമുക്ക് റിസ്ബാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പുറത്തോട്ട് പോകാനോ തിരിച്ചു വരാനോ ഒന്നും ബുദ്ധിമുട്ടില്ല. ജസ്റ്റ് ആ റിസ്ബാൻഡ് കാണിച്ചാൽ മതി. പിന്നെ മിക്ക ആൾക്കാരും ഫുഡും സ്നാക്സും ഒക്കെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. കാരണം ഇത്രയും ലോങ് അവേഴ്സ് അവിടെ സ്പെൻഡ് ചെയ്യാനുള്ളതാണല്ലോ. പിന്നെ ഒരുപാട് വെറൈറ്റി ഫുഡ് ട്രക്സ് ഉണ്ടായിരുന്നു. അത് ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു കാര്യമല്ല. സോ ഓൺ ടോപ്പ് ഓഫ് വാട്ട് വി ബ്രിങ്, ഇഫ് യു വാണ്ട് എനിത്തിങ് ദെർസ് ഓൾവേസ് ഫുഡ് ഓപ്ഷൻസ് അവൈലബിൾ. ഇങ്ങനത്തെ ബെസ്റ്റ് വ്യൂസ് കിട്ടുന്ന സ്ഥലങ്ങളിൽ ആൾക്കാർ ഷീറ്റൊക്കെ വിരിച്ച് കിടക്കും, പോർട്ടബിൾ ചെയറും ടേബിളും ഒക്കെ ഇട്ട് ഇരിക്കുകയൊക്കെ ചെയ്താൽ പിന്നെ അത് അവരുടെ സ്ഥലമാണ്. അതിൻ്റെ ഇടയ്ക്കോട്ട് ആരും കുത്തി കയറാനായിട്ട് ചെല്ലത്തില്ല. നമ്മൾ ഏകദേശം 10 മണിക്കൂറാട്ടോ വെയിറ്റ് ചെയ്തത് ന്യൂ ഇയറിൻ്റെ ഒരു ഫയർ വർക്ക്സ് കാണാനായിട്ട്. അപ്പോൾ അതിലൊക്കെ എത്രയോ നേരത്തെ വന്ന് അവിടെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അവർ. അപ്പം ആ നേരത്തെ വരുന്നവരെ റെസ്പെക്ട് ചെയ്യണം. രാത്രി 8:30 സമയമൊക്കെ ഇങ്ങനെയാട്ടോ ഇരിക്കുന്നത്, ഇരുട്ടിയിട്ടില്ല. ഈ ഒരു സമയമൊക്കെ ആകുമ്പോൾ ബ്രിഡ്ജിലെ ലൈറ്റും പില്ലേഴ്സിലെ ഡിസ്പ്ലേ ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. ആദ്യം 9 മണിക്ക് ഒരു ചെറിയ ഫയർ വർക്ക്സ് ഉണ്ട്, ഒരു സാമ്പിൾ. അത് കഴിഞ്ഞ് വീണ്ടും 3 മണിക്കൂറോളം കാത്തിരിക്കണം നമ്മൾ മെയിൻ ഫയർ വർക്ക്സ് കാണണമെങ്കിൽ. എന്തായാലും ഇറ്റ് വാസ് വർത്ത് ദ വെയിറ്റ്. ഒരു മാജിക്കൽ ആൻഡ് ബ്ലെസ്ഡ് ഫീലിംഗ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. എല്ലാവർക്കും ഒരുപാട് ബ്ലെസ്സിങ്സ് നിറഞ്ഞ ഒരു ന്യൂ ഇയർ ആശംസിക്കുന്നു. ഞങ്ങളുടെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഫ്രം അനീറ്റ ആൻഡ് ഡേവിഡ്.